ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ടാൻജന്റ് ലൈനാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ടാൻജന്റ് ലൈനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ടാൻജന്റ് വെക്ടർ പഠിച്ചില്ലായിരുന്നോ? ഒരു വെക്ടർ, ഒരു കേർവ് തന്നിട്ട് ഒരു കേർവിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ടാൻജന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ടാൻജന്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ ടാൻജന്റ് അതിൻ്റെ നോർമൽ കാണാൻ പറയുന്ന ഇങ്ങനെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ടി ഈക്വൽ ടു r dash of t divided by modulus of r dash of t അല്ലേ? ഇതായിരുന്നു ടാൻജന്റ് വെക്ടർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ടാൻജന്റ് ലൈൻ ആണ്. അടുത്ത് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ടാൻജന്റ് ലൈൻ ആണ്. അപ്പോൾ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r equal to r0 plus t into അപ്പം ഈ v എന്ന് പറയുന്നത് r dash of t ആണ്. r dash of means r0 r dash of വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് കാണിക്കാനായിട്ട്. അപ്പം r dash of 0 ആണ്. r dash of 0 ആണ് v. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാവേ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ കേട്ടോ. ആർ വെക്ടർ ഈക്വൽ ടു r0 പ്ലസ് ടി ഇൻറ്റു വി വെക്ടർ. വി വെക്ടർ എന്ന് പറയുന്നത് r ഡാഷ് ഓഫ് 0 ആണ്. r ഡാഷ് ഓഫ് 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ടു ദ വെക്ടർ ഞാൻ അതേപോലെ തന്നെ എല്ലാ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ മതി. ടി സ്ക്വയർ I minus 2 cos pi t j അല്ല k ആണ്. at t equal to 1/2. Find the equation of the tangent. Find the equation of the tangent line ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. Find the equation of the tangent line to the vector r dash and r vector equal to t square I plus minus 2 cos pi t k. അപ്പോൾ നമുക്ക് എന്താ ആദ്യം ഇക്വേഷൻ എഴുതിയേക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? r vector equal to r0 vector plus t into v vector. അപ്പോൾ ആദ്യം നമുക്ക് r0 ആണ്. r0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടിയുടെ സ്ഥാനത്ത് r0 എന്ന് വെച്ച് കഴിഞ്ഞാൽ r ഓഫ് 1/2. ഇതാണ് r0. അപ്പം എന്താണ്? ടിയുടെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്തിട്ട് കൊടുക്കണം? 1/2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ടി സ്ക്വയർ അല്ലേ? അപ്പോൾ 1/t² 1/2 ദ ഹോൾ സ്ക്വയർ I. ബാക്കി ഇത് ഞാൻ തുടക്കുകയാണ് ഇക്വേഷൻ. മൈനസ് 2 കോസ് പൈ ടി എന്ന് പറയുമ്പോൾ π/2 അല്ലേ? π ഇൻറ്റു 1/2 എന്നല്ലേ? π ഇൻറ്റു 1/2 എന്ന് വെച്ചാൽ π/2 k. അപ്പം ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുമ്പോൾ 1/4i മൈനസ് 2 കോസ് π/2 എന്ന് വെച്ചാൽ എത്ര? കോസ് 90 എത്ര? 0 അല്ലേ? അപ്പോൾ ഇൻറ്റു 0k. അപ്പോൾ ആൻസർ വരുന്നത് എത്ര? 1/4i അല്ലേ? അപ്പം നമുക്ക് r0 കിട്ടി. r0 എന്ന് പറയുന്നത് 1/4i ആണ്. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? v കണ്ടുപിടിക്കണം. v വെക്ടർ കണ്ടുപിടിക്കണം അല്ലേ? v വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? v എന്ന് വെച്ച് കഴിഞ്ഞാൽ r ഡാഷ് 0 ആണ് അല്ലേ? അപ്പം ഇതിൻ്റെ r ഡാഷ് കാണണം. ഇപ്പം 6 നമ്മുടെ കയ്യിലുള്ളൂ. ഇനി r ഡാഷ് കാണണം.
ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ. അപ്പോൾ ആദ്യത്തെ ടി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2t കിട്ടും. 2ti മൈനസ് കോൺസ്റ്റൻറ്റ് 2 അതേപോലെ എഴുതുക. എന്നിട്ട് കോസ് പൈ ടി. കോസ് പൈ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ടി കിട്ടും. മൈനസ് സൈൻ ടി. സൈൻ പൈ ടി അല്ലേ? ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പൈ ടി അല്ലേ? അപ്പം പൈ ടി ഇൻറ്റു ഇവിടെ ഒരു പൈ ഉണ്ട്. ഇവിടെ ഒരു പൈ ഉള്ളത് കൊണ്ട് എന്താ പൈ ടി എന്നല്ലേ ഫംഗ്ഷൻ കിടക്കുന്നത്. അപ്പോൾ ആ പൈ ടീനെയും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പൈ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? പൈ കിട്ടും. ഓക്കെ. ഇനി ആർ ഡാഷ് ഓഫ് 1/2 ടി ഉള്ളിടത്തെല്ലാം 1/2 കൊടുക്കാം. അപ്പം ടി ഇൻറ്റു 2 ഇൻറ്റു 1/2 ടിയുടെ സ്ഥാനത്ത് 1/2 ഐ മൈനസും എത്ര ആയി? പ്ലസ് ആയി 2 സൈൻ π/2 അല്ലേ? പൈ ഇൻറ്റു 1/2 എന്താ? π/2 ഇൻറ്റു πk. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ വരുന്നത്? ഇത് 1 ആയി പോകും അല്ലേ? ക്യാൻസൽ ആയി പോയിട്ട് 2 × 2 ക്യാൻസൽ ആയി പോയിട്ട് മിച്ചമുള്ള എന്താ? 1. അപ്പോൾ 1 ഇൻറ്റു ഐ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1i പ്ലസ് 2π സൈൻ π/2 എന്താ? സൈൻ π/2 എന്ന് വെച്ചാൽ 1 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 2π എന്ന് പറയുമ്പോൾ 2π തന്നെ. എന്നിട്ട് k. അപ്പം നമുക്ക് എന്ത് കിട്ടി? വിയും കിട്ടി, അതുപോലെ തന്നെ ആറും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷൻ്റെ അതോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാവേ. r vector equal to r0 plus t into v vector. അപ്പോൾ r0 നമുക്ക് എന്താ കിട്ടിയത്? r0 1/4i പ്ലസ് ടി അതുപോലെ തന്നെ ഇടാം. എന്നിട്ട് വി വെക്ടർ എന്താ കിട്ടിയെന്ന് വെച്ചാൽ എഴുതുക. വി വെക്ടർ എന്താ നമുക്ക് കിട്ടിയത്? i പ്ലസ് 2πk അല്ലേ? അതെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ ഐയും സെയിം ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് അങ്ങ് എഴുതിയേക്കാം. 1/4 പ്ലസ് ടി ഐ പ്ലസ് 2πtk. ഈ ടി ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടി ഐ എന്ന് കിട്ടി. ആ ടിയും 1/4 ഐ കൂടെ ഒരുമിച്ച് എഴുതി. 1/4 പ്ലസ് ടി, എന്നിട്ട് പുറത്ത് ഐ എന്ന് ഇട്ടു. എന്നിട്ട് പ്ലസ് ഈ ടി അകത്തേക്ക് കയറ്റിയപ്പോൾ 2πt എന്ന് കിട്ടി. ഞാൻ വേണമെങ്കിൽ ആ സ്റ്റെപ്പ് എഴുതി കാണിക്കാമേ. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഈ ടി അകത്തേക്ക് കയറ്റുമ്പോൾ മീൻസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടി ഐ എന്ന് കിട്ടും പ്ലസ് 2πtk എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് 1/4i പ്ലസ് ടി ഐ എന്നല്ലേ? ഈ ഐനെ കോമൺ ആയിട്ട് എടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ 1/4 പ്ലസ് ടി ഐ പ്ലസ് 2πtk. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താലോ? അത് സിമ്പിളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഈ വെക്ടർ എന്തുവാ? ആർ വെക്ടറിന് ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ആർ വെക്ടറിന് ചേഞ്ച് ഉണ്ട്. ആർ വെക്ടർ ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് ജെ പ്ലസ് 3tk. അപ്പം നമുക്ക് ആദ്യം എന്താ? r0 ആണ്. r0 എന്ന് പറയുമ്പോൾ r ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണേ. അപ്പം r ഓഫ് 1. അപ്പം ടി ഉള്ളിടത്ത് എല്ലാം 1 കൊടുക്കുക. 1 സ്ക്വയർ എന്താ? ടി ഉള്ളിടത്ത് 1 കൊടുക്കുക. ആദ്യത്തെ ടേം 1 സ്ക്വയർ എന്താ? 1i എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് ഐ എന്നങ്ങ് എഴുതിയേക്കാം. ഐ പ്ലസ് 2t ക്യൂബ് 2 അതേപോലെ എഴുതി
1 ക്യൂബ്, ടീയുടെ അവിടെ 1 കൊടുത്തു. അപ്പോൾ 1 ക്യൂബ്, 1 ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? 1 തന്നെയല്ലേ. അപ്പോൾ 2 × 1 2 തന്നെ, 2j പ്ലസ് 3 × 1 എന്താ? 3 തന്നെ. അപ്പോൾ 3k. ഇനി എന്താണ്? വി വെക്ടർ കണ്ടുപിടിക്കാം. വി വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ r'(0). അപ്പോൾ ആദ്യം r' ആണോ? r' ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ? 2t i പ്ലസ് ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 × 3t² j. 2 അത് കോൺസ്റ്റൻ്റ് ആയിരുന്നു, അങ്ങോട്ട് 2 അങ്ങോട്ട് മാറ്റി എഴുതി. എന്നിട്ട് 3t² എന്താ ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3t² j പ്ലസ് 3tൻ്റെ ഡെറിവേറ്റീവ് 3a. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് അല്ല, ടീൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ ടി ഉള്ളിടത്തെല്ലാം 1 കൊടുക്കുവാണേ. അപ്പം ആദ്യത്തെ ടി പ്ലസ് 2 × 3 6. ഇവിടെ t² 1 കൊടുത്താൽ എന്തായാലും 1 ആയിപ്പോവും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എഴുതി വെച്ചാൽ മതി. ടി എന്തായാലും എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടത്തുള്ളൂ. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് r0 കിട്ടിയത് i പ്ലസ് 2j പ്ലസ് 3k, വി വെക്ടർ കിട്ടിയത് 2i പ്ലസ് 6j പ്ലസ് 3k ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം ഇക്വേഷൻ്റെ അകത്തോട്ട്. r വെക്ടർ ഈക്വൽ ടു r0 പ്ലസ് വി വെക്ടർ. r0 എന്ന് പറയുന്നത് എന്താണ്? r0 എന്ന് പറയുന്നത് i പ്ലസ് 2j പ്ലസ് 3k. ഒരു ടി ഇല്ലേ ഇവിടെ? ടി പ്ലസ് ടി അതേപടി എഴുതി. എന്നിട്ട് വി വെക്ടർ എഴുതുക. വി വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 2i പ്ലസ് 6j പ്ലസ് 3k. ഇനി എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഴുതാം i പ്ലസ് 2j പ്ലസ് 3k പ്ലസ് 2ti പ്ലസ് 6tj പ്ലസ് 3tk. ഇനി എന്ത് ചെയ്യാം? സെയിം ആയിട്ടുള്ള ടേം ഒരുമിച്ച് എഴുതാം. ഇവിടെ 1i ഉണ്ട്, ഇവിടെ 2t ഉണ്ട്. അപ്പോൾ 1 പ്ലസ് 2ti ടേംസ് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് എഴുതോളെ. അതുപോലെ തന്നെ ഈ അടുത്ത ജെ ടേം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 2 പ്ലസ് 60j പ്ലസ് ഇനി k ടേംസ് 3 പ്ലസ് 3tk. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പം എന്താ ടാൻജൻ്റ് ലൈനിൽ നിന്ന് അത്രേ ഉള്ളേ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫംഗ്ഷൻ കണ്ടിന്യൂസ്, തന്നിരിക്കുന്ന വെക്റ്റർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പം അത് അടുത്ത വീഡിയോയിലാണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ.